രഥം. ഇതിന് നമ്മൾ പഠിക്കാനുള്ളത് ത ഇഥ ദ ഇഥ ന ആണ് നമുക്ക് എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കാനുള്ളത്. അപ്പം രഥം എന്താണ്? രഥം എന്ന് പറയുന്നത് രാജാക്കന്മാർ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് എന്ത്? രഥമെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പോലെ വണ്ടിയും ധാരാളം വാഹനങ്ങളും ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പം എന്താ, കാറുണ്ട്, എന്തോ സൗകര്യം വേണേലും നമുക്ക് ഉണ്ട്. അപ്പം പണ്ട് ഈ വാഹന സൗകര്യം ഒന്നും ഇല്ലായിരുന്ന സമയത്ത് കുതിരയൊക്കെ വെച്ച് കെട്ടി രാജാക്കന്മാരെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമാണ് എന്ത്? രഥം എന്ന് പറയുന്നതുകൊണ്ട് ഇതിന് ചക്രമുണ്ട്. രാജാക്കന്മാർ ഇതിനകത്തിരിക്കും. ഇതിൻ്റെ ഫ്രണ്ടിൽ കുതിരയോ ഒക്കെ കെട്ടിയിട്ട് നമ്മൾ രഥത്തിനകത്ത് രാജാവിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അക്ഷരം നോക്കിയേ, ത. ഇത് തായാണ്. ഇതെന്താ? ഥ. ത, ഥ, ദ, ഇഥ, ന. അപ്പോൾ ഈ വാക്ക് നോക്കിയേ, ഇതെന്താ? താമര എന്നാണ് എഴുതിയിരിക്കുന്നത്. കുട്ടികളൊന്ന് വായിച്ചു നോക്കിയേ. ഇത് തായാണെന്ന് നമ്മൾ പഠിച്ചല്ലേ? ഇത് ഏതക്ഷരമാ? ത. ഈ അക്ഷരം തന്നെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ത. ദീർഘം, ഇത് കണ്ടോ? ദീർഘം ഇട്ടിരിക്കുന്നത് കണ്ടോ? ദീർഘം ഇട്ടാൽ എങ്ങനെയാ വായിക്കുന്നത്? താ. ഇത് കഴിഞ്ഞ് ഇത് ഏതക്ഷരമാ? ഇതാണ് മ. താമ. ഇത് ഏതക്ഷരമാ? രായാണിതല്ലേ? റായ എഴുതി അകത്തോട്ട് കയറ്റിയാൽ എന്താ? രായാണ്. അപ്പൊ ഇതെങ്ങനെ വായിക്കുന്നത്? താമര. താമര എന്താ? വെള്ളത്തിൽ വളരുന്ന ഒരു പൂവാണ് എന്ത്? താമര എന്ന് പറയുന്നത്. ഉണ്ടോ? ഇവിടെ നമുക്ക് താ വെച്ച് ഒരു വാക്ക് പഠിച്ചു. നീ താ വെച്ച് എന്താ പഠിക്കുന്നേ? കഥ. കഥ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോറി. സ്റ്റോറി. കുട്ടികൾക്കെല്ലാം കഥ കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ? സ്റ്റോറീസ്. അതിനാണ് കഥ എന്ന് പറയുന്നത്. അപ്പം കാ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? വട്ടമിട്ട് 2 കൈ വരച്ചാൽ എന്തായി? കായായി. ഇതെന്താ? ഥായാണ്. ഥായ എഴുതാൻ എന്താ? ഒരു വര ഇങ്ങനെ 1 വരയ്ക്കുന്ന പോലെ വരച്ചിട്ട് തിരിച്ച് അതിനകത്തോട്ട് കയറ്റിയാൽ എന്താ? ഥായായി അല്ലേ? ടീച്ചർ എഴുതാൻ പഠിപ്പിക്കാം കേട്ടോ. കഥ. അപ്പോൾ ഥായ്ക്ക് കൂട്ടി നമ്മൾ ഒരു വാക്ക് പഠിച്ചു. ഇനി ദാ. ദാ എന്താണ്? ദാ, ദീ. കണ്ടോ? ദാ എഴുതി ഈയുടെ ചിഹ്നം ഇട്ടാൽ എന്ത് വായിക്കും? ദീ. ഇത് എന്തക്ഷരമാണ്? പ. പായാണിതല്ലേ? ദീപ. അമ്മിന്റെ ചിഹ്നം ഇട്ടാൽ നമ്മൾ ആ ഉച്ചാരണം കൊടുക്കണം അല്ലേ? അപ്പൊ എന്താ? ദീപം. ദീപം. വിളക്കില്ലേ? നമ്മുടെ വിളക്കിന് പറയുന്ന വേറൊരു പേരാണ് എന്ത്? ദീപം എന്ന് പറയുന്നത്. ഇനി അടുത്ത വാക്ക് ഏതാ നോക്കാം. ധ. ധനം. ധനം എന്താ? ധനം എന്ന് പറഞ്ഞാൽ സമ്പത്ത് അല്ലേ? മണി. എന്നൊക്കെയാണ് ധനം എന്ന് പറയുന്നത്. ധ, ന, അം. ഇത് നോക്കിയേ. ധ ഇങ്ങനെ എഴുതി അത് തിരിച്ചിട്ടാൽ എന്താ? നായായി അല്ലേ? ധനം. ഇത് വായിച്ചേ. ഇത് ഏതക്ഷരമാണ്? പായാണ്. പ അല്ലേ? ഈയുടെ ചിഹ്നം ഇട്ടാൽ എന്താ? പി. ഇത് പ. ഇതെന്താ? പി. ഇത് ഏതക്ഷരമാണ്? ലായാണ് അല്ലേ? ഇത് ഈയുടെ ചിഹ്നമാണ്. ലി. പീലി. ഇത് ഈയുടെ ചിഹ്നവും ഇത് ഈയുടെ ചിഹ്നമാണ്. അപ്പൊ പി ലി. ഇത് നോക്കിയേ. ഇതെന്താ? നായാണ്. നമ്മൾ പഠിച്ചു അല്ലേ? ന. നീ. നായായിരുന്നു. ഈയുടെ ചിഹ്നം ഇട്ടോ. നീ. ല. നീല. നീല എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലൂ കളറിനാണ് നീല എന്ന് പറയുന്നത്. നീല നിറം. നാ എഴുതി ഈയുടെ ചിഹ്നം ഇട്ടു. നീ. റ. അം. നിറം. വായിച്ചേ. രഥം. രഥം. ത ഇഥ ദ ഇഥ ന. താമര. കഥ. ദീപം. ധനം. പീലി. നീല. നിറം. ഉണ്ടോ? ഇങ്ങനെ സ്പീഡിൽ വായിക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം പയ്യെ പയ്യെ ഇങ്ങനെ വിരലൊക്കെ വെച്ച് അതിൻ്റെ ചിഹ്നങ്ങളൊക്കെ നോക്കി വായിക്കണം. അപ്പം നമുക്ക് സ്പീഡിൽ വായിക്കാൻ പറ്റും. ഇപ്പം തായ്ഥ ദായ്ഥ ന എഴുതാൻ പഠിക്കാം. എല്ലാവരും ടീച്ചറിൻ്റെ കൂടെ ബുക്കും പേനയൊക്കെ എടുത്തേ, പെൻസിലൊക്കെ എടുത്തേ. ടീച്ചർ എഴുതി കാണിക്കാം കേട്ടോ. താ എങ്ങനെ എഴുതുന്നത്? താ എഴുതാൻ കുട്ടികൾക്കെല്ലാം റാ എഴുതാൻ അറിയാമല്ലേ? റാ എഴുതാൻ അറിയാം. അപ്പം റാ എഴുതിക്കേ.
റാ എഴുതിയില്ലേ? ആ, ഇതിനകത്തോട്ട് കയറ്റി ഒരു റായൂടെ എഴുതിക്കേ. കണ്ടോ? ഇപ്പം തായായി, തായായി. കണ്ടോ? ഒന്നുകൂടെ എഴുതിക്കേ. റാ എഴുതി അകത്തോട്ട് കയറ്റി പിന്നെ ഒരു റാ വരച്ചാൽ എന്തായി? തായായി. കണ്ടോ? ഇനി ധാ എഴുതിക്കേ. ധാ എങ്ങനെ? ഒരു വര വരയ്ക്കുക. കണ്ടോ? എന്നിട്ട് നമ്മൾ എല്ല് എഴുതത്തില്ലേ, ക്യാപിറ്റൽ ലെറ്റർ എല്ല് പോലെ എഴുതിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു വര തിരിച്ച് വരയ്ക്കുക. കണ്ടോ? എളുപ്പത്തിന് ടീച്ചർ പറഞ്ഞുതരാം. നമ്മൾ എല്ല് വരയ്ക്കുക. കണ്ടോ? എല്ല് വരച്ചിട്ട് ഇതിൻ്റെ നടുക്കുന്ന് ഇങ്ങനെ ഒരു റാ വരച്ചാൽ എന്തായി? ധായായി. ഇങ്ങനെ എഴുതരുത്, ഓർക്കാൻ എളുപ്പത്തിന് ടീച്ചർ പറഞ്ഞതാ. ഇങ്ങനെ തന്നെ എഴുതണം ധാ കേട്ടോ. ഇങ്ങനെയാണ് ധാ എഴുതുന്നത്. കണ്ടോ? ഇനി ദാ എഴുതാൻ എളുപ്പമാണ്. ദാ എഴുതാൻ റാ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അറ്റത്തൊരു കുനിപ്പിട്ടാൽ മതി. റാ എഴുതാൻ എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം റാ എഴുതി കൊണ്ടുവന്നിട്ട് അറ്റത്തൊരു കുനിപ്പിട്ടാൽ എന്തായി? ദായായി. നീ റാ എഴുതാൻ എല്ലാവർക്കും റാ തിരിച്ചെഴുതാൻ അറിയത്തില്ലേ? റാ തിരിച്ച്, രണ്ട് റാ തിരിച്ചിങ്ങനെ എഴുതിയാൽ എന്തായി? ധായായി. കണ്ടോ? നോക്കിയേ, രണ്ട് റാ ഇങ്ങനെ തിരിച്ചെഴുതിയാൽ എന്തായി? ധായായി. ഇതിനെ നമ്മൾ മറിച്ചിട്ടാലോ? മറിച്ചിട്ടാൽ എന്നായി? നായായി. കണ്ടോ? ന. കണ്ടോ? ഇത്രയേ ഉള്ളൂ. തായ്ഥ ദായ്ഥ ന. എഴുതിക്കേ. താ ഥ ദ ഥ ന. കണ്ടോ? ഒന്നുകൂടെ എഴുതിക്കേ. താ ഥ ദ ഥ ന. കണ്ടോ? ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? നമ്മൾ ചായ്ച്ച ജായ്ച്ച ഞാൻ ഒക്കെ പഠിച്ചാൽ ഏറ്റവും എളുപ്പം എഴുതാൻ പറ്റുന്ന വ്യഞ്ജനാക്ഷരങ്ങളാണ് എന്ത്? തായ്ഥ ദായ്ഥ ന. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എഴുതാനും വായിക്കാനും ഒക്കെ നന്നായിട്ട് പഠിക്കണം. താങ്ക് യു.